യെസ് സർ. അയ്യപ്പൻ സർ. യു ഹാവ് 48 hours. സർ. അതിനു മുമ്പ് ഒരു ലീഡ് കിട്ടിയില്ലെങ്കിൽ ക്രൈം ബ്രാഞ്ച്. പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഡോഗ് സ്കൂളിൽ നിന്ന് വിരമിക്കുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. ഐ നോ സർ. സാർ മർഡർ നടന്നിട്ട് ഒരു 5 ദിവസമായി കാണും. ഭാര്യയും ഭർത്താവും അയൽവക്കക്കാരുമായിട്ട് നല്ല ടേംസിലൊന്നും ആയിരുന്നില്ല. 4-5 ദിവസമായിട്ട് ആരും പുറത്ത് കാണാത്തതുകൊണ്ട് പത്രം ഇടുന്ന പയ്യനാ കയറി നോക്കിയത്. പ്രഥമദൃഷ്ട്യാ മറ്റു 2 കേസുകളും പോലെ പാറ്റേൺ എല്ലാം സെയിമാണ്. സം ഫുട് പ്രിന്റ്സ്. വേറെ സോളിഡ് എവിഡൻസ് ഒന്നുമില്ല സാർ. എങ്ങനെ ചെക്ക് பண்ண സാർ മാസ്റ്റർ ബെഡ്റൂം മുകളിലാണ്. പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ഒരാഴ്ചയായിട്ട് സ്ഥലത്തില്ലായിരുന്നു. കൊൽക്കട്ടയിലാണ്. നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട്. തനിക്കെന്ത് തോന്നുന്നു? സാർ ഈ സ്ത്രീ ഒരു പ്രശ്നക്കാരിയാണെന്നാണ് പൊതുവേ ഒരു സംസാരം. അതുകൊണ്ട് സ്ഥിരമായിട്ട് ആരും ഇവിടെ ജോലിക്ക് നിൽക്കാറില്ല. ഇൻക്വസ്റ്റ് കഴിയും. ഓൾമോസ്റ്റ് കഴിയാറായി സാർ. பக்கத்தில் போயிடுப்பா. கிளியரா மிஸ் பண்ணக்கூடாது. സാർ ഒരു ഫുട് പ്രിൻ്റ് ഒന്ന് കിടച്ചിருக்கு. ഓക്കെ. ഏകദേശം ഒരു 5 ഡേയ്സോളം ഓൾഡാണ് ബോഡി. തലയുടെ ബാക്കിൽ നല്ലൊരു അടിപെട്ടിട്ടുണ്ട്. ജസ്റ്റ് ലൈക്ക് ദ പ്രീവിയസ് വൺ. നാളേക്ക് ഞാൻ ഓട്ടോപ്സി റിപ്പോർട്ട് റെഡി பண்ணுறேன். കമ്മീഷണർ വിളിച്ചിരുന്നു. എന്നിട്ട് എന്തെങ്കിലും ലീഡ് കിട്ടണം. ഇല്ലെങ്കിൽ മിക്കവാറും ഡോഗ് സ്ക്വാഡിൽ നിർത്തേണ്ടി വരും. സാർ. കർത്താവേ, ആകാശം പിളർന്നിറങ്ങി വരണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. ശത്രുക്കൾ അങ്ങയുടെ നാമം അറിയട്ടെ. അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനകമായ കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുൻപിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. ആമേൻ. അയ്യോ, എന്തു പറ്റി? വന്നേ, വാ. കണ്ണാടി വെക്കാൻ പറഞ്ഞാൽ കേക്കില്ല. ഇരുന്നേ. എന്തെങ്കിലും പറ്റിയോ? ഇല്ല ഇല്ല. ഓക്കെ ആണോ? ഞാൻ പോയെടുക്കാം. റിച്ചാർഡ് മോളെ എന്നെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ നിനക്ക് 12 വയസ്സാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ ഞാൻ ഇല്ലാതായാൽ നിനക്ക് ആരാ ഒരു കൂട്ടെന്ന് ഞാൻ ഇന്നലെ മൊത്തം ചിന്തിക്കുമായിരുന്നു. സാധാരണ ഇത് പതിവില്ലാത്തതാണല്ലോ. ഇനി എന്താ, മണി ഹേസ്റ്റ് നിർത്തി മലയാള സീരിയൽ വല്ലതും കണ്ടോ? നീ കളിയാക്കണ്ട, എനിക്ക് പ്രായം കൂടി വരുവാ, പറഞ്ഞേക്കാം. ഓ, കല്യാണം കഴിപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ദേ, ഈ കാര്യത്തിൽ തീരുമാനം എടുക്കണം, പറഞ്ഞേക്കാം. അപ്പൊ ഞാൻ പോയാ ഗ്രേസ് മോൾ ഒറ്റയ്ക്കാവില്ലേ? ആ പ്രൊഫസർ ഉള്ളതുകൊണ്ട് നേരം പൊക്കോളൂ. ഏത് പ്രൊഫസർ? മണീഷ് പ്രൊഫസർ. ഓഹോ, അവന്മാര് കംപ്ലീറ്റ് കള്ളന്മാരാ. അതും കണ്ടോണ്ട് ഇവിടെ ഇരുന്നോട്ടോ. അതൊക്കെ പോട്ടെ, നീ നിന്റെ തീരുമാനം പറഞ്ഞേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ രാജനോട് പറഞ്ഞോളാം. ആഹാ, നിങ്ങൾ തമ്മിൽ മച്ചാ ആണല്ലോ. എന്റെ ജിന്നി, കഴിക്കുമ്പോഴെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കേ. ഓക്കെ.
ഗ്രേസ് മോൾ നോ ഫോട്ടോസ്. സോറി മോളെ സോറി. എന്തായി? ഇപ്പൊ ഇത് 3ാമത്തെ മർഡറാ. പിന്നെ ഭാഗ്യത്തിന് ആ സ്ത്രീയുടെ ഹസ്ബൻഡ് സ്ഥലത്തില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ കാര്യവും തീരുമാനമായനെ. ഷോ വെള്ളം. ഇത് അമ്മമ്മ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഷോ അപ്പച്ചൻ ഇതേ സിഗരറ്റാണ് വലിച്ചുകൊണ്ടിരുന്നത്. പുറത്തുനിന്ന് ആര് വന്നാലേ ഇത് കൊണ്ടുവരാൻ പറയും. ഇതെല്ലാം ഫോറിൻ സിഗരറ്റ് ആണല്ലോ. പഴയ മേഡേഴ്സിന്റെ നോർമൽ സിഗരറ്റ്. ഗ്രേസ് മോൾ കിട്ടി, ക്ലോ കിട്ടി. ഓക്കെ പൊയ്ക്കോ. ഒരു മിനിറ്റ്. ആ അതെ, ഈ ക്ലൂ കണ്ടുപിടിച്ച കാര്യം ഇനി ആരോടും പറയാൻ നിൽക്കണ്ട. എന്റെ ബ്രില്യൻ വർക്ക് ആ രീതിയിൽ പുറത്തറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ എനിക്ക് കുറച്ചില്ല. ഓ ഓക്കെ, താങ്ക് യു. മണിയണ്ണ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? കഴിഞ്ഞു, കുറച്ചു മുമ്പേ. എനിക്കിത് പഴയ കേസ് പോലെ സെയിം പാറ്റേൺ ആയി തോന്നുന്നില്ല. മണിയണ്ണ പോകുന്നില്ല. പിന്നെ ബോഡിയിൽ പിടിവലി നടന്നതിന്റെ പാടുണ്ട്. തലയിലടി അത്ര പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞു കേട്ടോ? ഇല്ല മാഡം, പുതിയ ആളായിരുന്നു. ഓക്കെ അണ്ണ, താങ്ക് യു. DNA റിപ്പോർട്ടാണ് സർ. സ്പോട്ടിൽ നിന്ന് നമുക്ക് 2 ബ്ലഡ് സാമ്പിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് ആ മരിച്ചുപോയ സ്ത്രീയുടെ, മറ്റൊന്ന് B-91 സർ. സർ, ലാസ്റ്റ് നടന്ന 2 കൊലപാതകങ്ങളും ഇപ്പോൾ നടന്നതും തമ്മിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ സർ, ആ മരിച്ചുപോയ സ്ത്രീയുടെ ഹസ്ബൻഡ് ഗിരിയെ നമ്മൾ വിളിപ്പിച്ചിരുന്നില്ലേ? പുള്ളി ഒന്ന് പുറത്തിരിപ്പുണ്ട്. സർ, പുള്ളിയെ നമ്മുടെ ലൈനിലൊന്ന് കുടഞ്ഞാലോ? പണ്ടത്തെ പോലും നല്ലടോ. കൃത്യമായ എവിഡൻസ് ഇല്ലാതെ ആരെങ്കിലും പിടിച്ചു കുടഞ്ഞാലേ മോളിൽ നിന്ന് എന്നെ പിടിച്ചു കുടയും, തൊപ്പിയും പോവും. ഒരു 8 മാസം കൂടി ഉണ്ട് റിട്ടയർ ആവാൻ. ഞാൻ സ്വസ്ഥമായിട്ടിരിക്കുന്നതുകൊണ്ട് തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സർ. എന്നാ പറ